ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു കേക്കിൽ എങ്ങനെ ഐസിങ് ചെയ്യാം എന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചോക്ലേറ്റ് കേക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിന് മുന്നേയുള്ള 3 വീഡിയോകളിലായി ഞാൻ കേക്കിൻ്റെ ടൂൾസിനെ പറ്റിയും അത്യാവശ്യം വേണ്ട ടൂൾസിനെ പറ്റിയും ഓവൻ സെറ്റപ്പിനെ പറ്റിയും കേക്ക് എങ്ങനെ ബേക്ക് ചെയ്യാമെന്നതിനെ പറ്റിയും കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കേക്ക് നമുക്ക് നൈഫ് ഉപയോഗിച്ച് ഡയറക്റ്റ് കട്ട് ചെയ്യാം. കേക്ക് കട്ടിംഗ് നൈഫ് ഉണ്ട്. അതല്ലെങ്കിൽ ത്രെഡ് ഉപയോഗിച്ചും നമുക്ക് കേക്ക് ലെയർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ത്രെഡ് ഉപയോഗിച്ച് എങ്ങനെ ലെയർ ചെയ്യാമെന്ന് കാണിച്ചു തരാം. തുടക്കക്കാർക്കെല്ലാം ത്രെഡ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെറിയൊരു നൈഫ് എടുത്ത് നമ്മൾ ആദ്യം കേക്കിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ത്രെഡ് ഉപയോഗിച്ച് നമ്മുടെ മാർക്കിലൂടെ ത്രെഡ് എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാരണ തയ്ക്കാൻ ഉപയോഗിക്കുന്ന ത്രെഡാണ്. നിങ്ങളുടെ കയ്യിൽ ട്വൈനാണുള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാം. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കേക്ക് ലെയർ ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്യുക. ത്രെഡ് നേരെ പിടിച്ച് വേണം ക്രോസ് ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ലെയർ കിട്ടിയിട്ടുണ്ട്. നല്ല ലെവലായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഒരു ലെയർ കൂടി ചെയ്യാം. ഇപ്പോൾ നമുക്ക് 3 ലെയർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഐസിങ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് അല്പം ക്രീം എടുത്ത് കേക്കിൻ്റെ ബേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് തെന്നിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ക്രീം എങ്ങനെ റെഡിയാക്കും എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർ ഒന്ന് കാണുക. ഇനി നമുക്ക് കേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബ്രഷ് ഉപയോഗിച്ചാണ് വെറ്റ് ചെയ്യുന്നത്. ഈ ബ്രഷ് ഇല്ല എന്നോർത്തും നമുക്ക് കേക്ക് വെറ്റ് ചെയ്യുന്നതിന് പ്രയാസമില്ല. സ്പൂൺ യൂസ് ചെയ്തും നമുക്ക് കേക്ക് വെറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് കേക്ക് വെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ വെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ക്രീം അപ്ലൈ ചെയ്യാം. ഇതുപോലെ ക്രീം ഇട്ടതിന് ശേഷം നമ്മുടെ ഈ പാലറ്റ് സ്പാച്ചില കൊണ്ട് എല്ലായിടവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും നല്ലതുപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് അത് വീണ്ടും ലെവൽ ചെയ്യുകയാണ് നമ്മൾ. മൂന്നാമത്തെ ലെയറും വെച്ചു. അത് ഇതുപോലെ തന്നെ നല്ലതുപോലെ വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇതും നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡും ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഈ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്യാം.
നമുക്ക് ഇത് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒന്ന് സെറ്റായതിനു ശേഷം ബാക്കി ഐസിങ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, കൊണ്ടുവന്നതാണ്. ഇനി ഇത് സൈഡിലൂടെ നമുക്ക് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള തിക്നെസ്സിൽ ഇതുപോലെ ക്രീം ഇട്ട് കൊടുക്കണം. ഇതുപോലെ ചുറ്റിലും ക്രീം ഇട്ട് കൊടുക്കുക. ഇത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് സ്ക്രാപ്പർ ഉപയോഗിച്ചും സൈഡ് ലെവൽ ചെയ്യാവുന്നതാണ്. മുകൾ ഭാഗം നല്ലതുപോലെ ലെവൽ ചെയ്തെടുക്കണം. കേക്ക് നമ്മൾ കംപ്ലീറ്റ് ക്രീം ഇട്ട് കഴിഞ്ഞു. ഇനി ഞാനിതിലേക്ക് അല്പം ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. കേക്കിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഞാനിവിടെ ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗനാഷ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെപ്പറ്റി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇനി അല്പം ഡ്രിപ്പിംഗ് എഫക്റ്റ് പോലെ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു ഡെക്കറേഷനാണിത്. തുടക്കക്കാർക്ക് വളരെ എളുപ്പം ചെയ്തെടുക്കാം. നോസിൽ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ കൂടിയും നമുക്കിത് ചെയ്യാം. ഇതിൽ ഞാൻ നോസിൽ ഉപയോഗിച്ചിട്ടില്ല. പൈപ്പിംഗ് ബാഗിൽ ഗനാഷ് എടുത്തതിന് ശേഷം ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇത് പകുതി ഭാഗത്തോളം ഞാൻ കംപ്ലീറ്റ് ഗനാഷ് ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും വളരെ ഈസി ആയിട്ടും വളരെ മനോഹരമായിട്ടും ചെയ്യാവുന്ന ഒരു ഡിസൈനാണിത്. നൈഫ് കൊണ്ട് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി പൈപ്പിംഗ് ബാഗിൽ അല്പം ക്രീം എടുത്തതിന് ശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ അല്പം ക്രീം അവിടെ ഇതുപോലെ ചെയ്തു കൊടുക്കുക. സൈഡിലും ഇങ്ങനെ തന്നെ ചെയ്തു കൊടുക്കാം. നമ്മളിവിടെ നോസിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല. വളരെ ഈസിയായി വേഗം പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈനാണ്. ഏറ്റവും സിമ്പിളായിട്ട് വളരെ മനോഹരമായി നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എത്ര പെട്ടെന്ന് നമ്മളത് ചെയ്തു കഴിഞ്ഞു. വളരെ ഈസിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.